സ്നേഹപൂർവ്വം ക്ഷണിക്കുക. സുഹൃത്തുക്കളെ, ഞാൻ വളരെ പൊങ്ങിപ്പോയതിന് തോന്നുന്നില്ല. ഇപ്പൊ കുറച്ചും കൂടെ ഒരു പറഞ്ഞ ഒരു ഉദാഹരണ പുസ്തകത്തിൽ നിന്ന്, അതായത് ഒരു വെയിറ്റ് ലിഫ്റ്റിങ്ങില് വലിയൊരു വെയിറ്റ് അയാളോട് കുറച്ച് പറഞ്ഞു, അത്രയുള്ള വിചാരിച്ച് നിസ്തയാസം എടുത്തു നോക്കിയെന്ന് പറഞ്ഞിട്ട്. അതുപോലെ ഒരു സംഭവം ഞാനിപ്പോൾ എന്തൊക്കെയാണെന്നുള്ള പട്ടിലേക്ക് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് തന്നെ ഞാൻ പൊങ്ങിപ്പോകുന്നതൊരു തോന്നല്. സത്യത്തിൽ എനിക്ക് വലിയ അത്ഭുതം തോന്നുന്ന ഇതാണ് കേട്ടോ. ഞാൻ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എത്രയോ ഇത്തരം സമ്മേളനങ്ങളിൽ പട്ടണങ്ങളിലൊക്കെയുള്ള, പക്ഷെ ഒരു ഗ്രാമീണ ഇത് ലൈബ്രറിയിൽ ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനം ഇത്രയും മനുഷ്യർ ഒരുമിച്ച് കൂടുക എന്നുള്ളത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ മലയാളികളുടെ സംസ്കാരം എന്ന് പറഞ്ഞുകൊണ്ടല്ലോ, വല്ലാതെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ കറങ്ങി അതിനകത്തെ സത്ത് മുഴുവനും ഇങ്ങനെ ഉറഞ്ഞു കൂടുന്നത് ഇത്തരം വായനശാലകളിലൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ബാക്കിയെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ആ സത്ത് മുഴുവൻ ഇങ്ങനെ ഇത്തരം ലൈബ്രറികളിലും ഒരേ സമയത്ത് വായിക്കുന്ന ഒരു പദ്ധതി ഇടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന കേട്ടില്ല ഇവിടെ. അപ്പം ഞാനത് സമയം കളയുന്നില്ല. ഞാൻ എൻ്റെ ഉദ്ദേശം ഈ പുസ്തകത്തെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ശരിക്കും രണ്ടുപേരാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മുടെ ദിലീപ് സാറോട് ഇരിക്കുന്നു. ഇത് ഞങ്ങളുടെ പരിചയപ്പെടുത്തലുകൾ തമ്മിൽ വല്ല കോൺട്രഡിക്ഷനും ഉണ്ടാകുമോ എന്നുള്ള ഭയവും എനിക്കുണ്ട്. അല്ല, അത് ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. എപ്പോഴും സംവാദമാണ് ഉണ്ടാകേണ്ടത്, കോൺട്രഡിക്ഷൻസാണ് ഉണ്ടാകേണ്ടത്. ആ കോൺട്രഡിക്ഷൻസിനോട് പ്രതികരിക്കാനും നമുക്ക് പുതിയ ആശയങ്ങൾ, നമുക്ക് അറിയാമല്ലോ ഈ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്നൊക്കെ പറയല്ലേ, അത് ഡയലോഗ് എന്ന വാക്കിൽ നിന്നുണ്ടായതാണ് കേട്ടോ. ഡയലോഗ് എന്ന് പറഞ്ഞാൽ സംവാദമാണ്. സംവാദത്തിൽ നിന്ന് പുതിയ ആശയങ്ങൾ ഉരുത്തിരിഞ്ഞു വരട്ടെ. പക്ഷേ പാർട്ടി ക്ലാസ്സുകളിൽ നമ്മൾ കേൾക്കുന്നത് വേറെ എന്തൊക്കെയായിരിക്കുന്നത്. ഞാൻ അനുഭവം ഉള്ളത് കൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. കഴിഞ്ഞ കലാകുമതിയിൽ എൻ്റെ ഒരു ലേഖന ഇവിടെ അതേക്കുറിച്ചുണ്ടായിരുന്നു. അപ്പം നമ്മൾ പൊതുവെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രശ്നങ്ങൾ ഏതെങ്കിലും ഡോക്ടറെയോ വൈദ്യരെയോ കണ്ട് അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കാറുണ്ട്, ശരിയല്ലേ? മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മനോരോഗ വിദഗ്ധനെ കണ്ട് അയാൾക്ക് നമ്മുടെ മനസ്സങ്ങ് ഏൽപ്പിച്ചു കൊടുത്തേക്കുകയാണ്. ആത്മാവിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലോ ആരെ ഏൽപ്പിക്കുന്നത്? ഏതെങ്കിലും പാതിരിയെയോ പൂജാരിയെയോ ഏൽപ്പിച്ചു കൊടുത്തേക്കാണ്. ഇതിലൂടെ എന്താ സംഭവിക്കുന്നത്? ഇത് മൂന്നും ചേർന്നതല്ലേ നമ്മൾ മനുഷ്യനല്ലേ? അപ്പം എൻ്റെ ശരീരം അല്ലെങ്കിൽ എൻ്റെ പല്ല് ഡെന്റിസ്റ്റുകൾക്ക് കൊടുത്തിരിക്കും. ഒരു ഡെന്റിസ്റ്റിനെ കണ്ടുകൊണ്ട് പറഞ്ഞു കേട്ടോ, ഞാൻ ഒരു പല്ല് ഡെന്റിസ്റ്റിനും ഹൃദയം കാർഡിയോളജിസ്റ്റിനും അല്ലേ കിഡ്നി ഒരാൾക്കും കൊടുത്ത് എൻ്റെ ഉത്തരവാദിത്തം നിങ്ങളിൽ നിന്നല്ല, ഞാൻ എനിക്ക് എന്നോട് തന്നെയുള്ള എൻ്റെ ആത്മാവിനോടുള്ള, എൻ്റെ ശരീരത്തോടുള്ള, എൻ്റെ മനസ്സിനോടുള്ള എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഞാൻ കൈയൊഴിയുകയാണ്. എന്നിട്ട് എൻ്റെ ശരീരത്തിലും എൻ്റെ മനസ്സിലും എൻ്റെ ആത്മാവിലുമുള്ള സാധ്യതകളും ഊർജകേന്ദ്രങ്ങൾ അതെനിക്ക് അന്യമാവുകയാണ്. ഞാൻ തന്നെ അന്യമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഈ വിശ്വാസം എന്നൊരു സംഭവം ഉണ്ടല്ലോ. ഈ വിശ്വാസം എന്ന് പറയുന്നത് പരമപ്രധാനമാണ് മനുഷ്യനെ സംബന്ധിച്ചിട്ടുള്ളത്. ഭാഷ അടിസ്ഥാനപരമായി വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്നുള്ളതിന് വല്ല തെളിവുണ്ടോ? കാരണം ഓരോ വാക്കിനും പല അർത്ഥങ്ങളില്ലേ. അപ്പോൾ ഞാനീ പറയുന്നത് തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നുള്ളത് എൻ്റെ ഒരു വിശ്വാസം മാത്രമാണ്. അതുപോലെ
നിങ്ങളുടെ വിശ്വാസമാണ്, നിങ്ങൾ മനസ്സിലാക്കുന്നത് തന്നെയാണ് ഞാൻ പറയുന്നത് എന്നുള്ളത്. ഭാഷ തന്നെ അടിസ്ഥാനപരമായി വിശ്വാസത്തിലൊന്നുമില്ല. ഇനി നമുക്ക് ഈ തരം അന്യവൽക്കരണത്തിലൂടെ നമ്മുടെ ശരീരവും മനസ്സുമെല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിലൂടെ നമുക്ക് നഷ്ടപ്പെടുന്നത് ആത്മവിശ്വാസമാണ്. അപ്പം ഇവിടെ എന്താണ് ഈ ആത്മവിശ്വാസം എന്നുള്ളത്? നമുക്കത് ആലോചിക്കാം, ചേർക്കാം. ആരാണ് ഞാൻ? ബാർബറാണെങ്കിൽ ആ പണി ചെയ്യുന്ന സമയത്ത് ഞാൻ ബാർബറാണ്. ആ സമയത്ത് ഞാൻ ആരാണ് എന്നുള്ളതിൻ്റെ എനിക്ക് കിട്ടുന്ന ഉത്തരം ഞാൻ ബാർബറാണ് എന്നുള്ളതാണ്. ആ സമയത്തെ എൻ്റെ സ്വത്വം, എൻ്റെ ഞാൻ ബോധം ഞാൻ ബാർബറാണ് എന്നുള്ളതാണ്. അടുത്ത നിമിഷത്തിൽ ഞാൻ പോയി കോളേജിൽ പഠിപ്പിക്കുകയാണെങ്കിലോ ആ നിമിഷം ഞാനൊരു കോളേജ് അധ്യാപകനാണെന്നുള്ള ഒരു ബോധത്തിലേക്കാണ്. അടുത്ത നിമിഷം പാടത്ത് പോയി പണിയെടുക്കുകയാണെങ്കിൽ ഞാനൊരു കർഷകനാണ് എന്നുള്ള ഒരു ഞാൻ ബോധം, സ്വത്വബോധമാണ് എനിക്കുള്ളത്. അപ്പോൾ ഈ സ്വത്വബോധം എന്ന് പറയുന്നത് ഇവിടെയാണ് കോൺട്രഡിക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. സാറ് ഡോക്ടറേറ്റൊക്കെയുള്ള MS അല്ലേ, സൈക്കോളജിയിൽ MSc-ക്കുള്ളതാണ്. പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ഇവിടെ തുടക്കത്തിൽ ഒരാൾ പറഞ്ഞല്ലോ, അതിൻ്റെ സൈക്കോളജി ഫ്രോയിഡിന് ശേഷം എന്തോ സംഭവിച്ചെന്ന് പറഞ്ഞില്ലേ, വളരെ ശരിയാണ്. പക്ഷെ വലിയൊരു മാറ്റം നമ്മുടെ നാട്ടിൽ അധികം അറിയപ്പെടാതെ പോയി എന്നുള്ളതാണ്. അതായത് ഫ്രോയിഡിയൻ സിദ്ധാന്തങ്ങളെ മുഴുവൻ ഈ ഭാഷാശാസ്ത്രപരമായ സിദ്ധാന്തങ്ങളിലൂടെ അഴിച്ചു പോണത് വേറൊരാളുണ്ട്. അതാണ് ലക്കാൻ, ഷാക്ക് ലക്കാൻ എന്നുള്ള. അദ്ദേഹത്തെ കുറിച്ച് 2 പുസ്തകങ്ങൾ എൻ്റേതുണ്ട്. ഒന്ന് ഇതാണ് ലക്കാനും സിസേക്കും. അപ്പോൾ സ്വത്വത്തെയൊക്കെ ഈ ഫ്രോയിഡ് നിർവചിക്കുന്നതും ഈ ലക്കാൻ നിർവചിക്കുന്നതുമായിട്ട് വ്യത്യാസമുണ്ട് കേട്ടോ. അതുകൊണ്ട് ആണ് ഞാൻ പറഞ്ഞത് വൈരുദ്ധ്യം വരാൻ സാധ്യതയുണ്ടെന്നത്. അപ്പോൾ എൻ്റെ സ്വത്വം എന്ന് പറയുന്നത് സ്ഥിരമായ ഒന്നല്ല. നിരന്തരം എന്നെക്കുറിച്ചുള്ള ധാരണ മാറിക്കൊണ്ടിരിക്കുന്നു. നിമിഷം പോലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രസംഗകൻ എന്ന ഒരു സ്വത്വബോധമാണ് എൻ്റേത്. ഇത് പറഞ്ഞിട്ട് ലക്കാൻ പറയുന്ന ഒരു സംഗതിയുണ്ട്. ഈ സ്വത്വബോധങ്ങൾക്കെല്ലാം അപ്പുറമുള്ള ഒരു ഞാൻ ഉണ്ട്. പ്രൊഫസറ്, കർഷകന്, നായർ, പിന്നെ എന്തോ ആയിക്കോട്ടെ, ഇത്തരം സ്വത്വബോധങ്ങൾക്കെല്ലാം അപ്പുറമുള്ള ഒരു ഞാൻ ഉണ്ട്. അതിനാണ് അദ്ദേഹം സെൽഫ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ആത്മം എന്ന് ഞാൻ പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. ഈ ആത്മത്തിൽ നിങ്ങളൊക്കെ പറയുന്ന ഞാനല്ല ഞാൻ, അതിനപ്പുറം എനിക്കൊരു ആത്മം ഉണ്ട്. ഞാൻ ആ ആത്മത്തിലുള്ള വിശ്വാസമാണ് ആത്മവിശ്വാസം എന്ന് പറയുന്നത്. ഈ ആത്മത്തെ അദ്ദേഹം വിശദീകരിക്കുന്ന രസകരമായ ഒരു എക്സാമ്പിൾ ഉണ്ടല്ലോ. അതിനുമുമ്പ് ഈ സ്വത്വം എന്നുള്ള പ്രശ്നം എന്താണെന്നറിയോ? നമ്മളിപ്പോൾ 25 കൊല്ലം ഞാനൊരു പ്രൊഫസറായിട്ട് ജോലി ചെയ്തു. ആ 25 കൊല്ലം ഞാൻ ക്ലാസ്സിൽ പോകുന്ന സമയത്തല്ല ഞാൻ പ്രൊഫസറാണ്. പക്ഷെ അല്ലാത്തപ്പോൾ സമൂഹ മനസ്സിൽ പ്രൊഫസർ എന്ന് പറഞ്ഞാൽ എന്തോ ഒരിക്കലും മായാത്ത ഒരു മുദ്രയാണ് ഓരോ മനുഷ്യനും ചാർത്തി കൊടുക്കുകയാണ്. എന്നിട്ട് സമൂഹ മനസ്സിൽ ഒരു പ്രൊഫസർ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതിന് കൃത്യമായ ചില സങ്കല്പങ്ങളുണ്ട്. ഞാൻ ജീവിതകാലം മുഴുവൻ അതനുസരിച്ച് ജീവിക്കേണ്ട ഗതികേടിലാണ് വരുന്നത്. ഞാൻ ST കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് കഴിയുന്നതും വേഗം അവിടെ നിന്ന് ഏറ്റുമാനൂർക്ക് മാറി താമസിക്കുകയാണ് ചെയ്തത്. വലിയ സ്വാതന്ത്ര്യമാണ് അവകാശപ്പെട്ടത്, എനിക്ക് അനുഭവപ്പെട്ടത്. എന്തുകൊണ്ടാണ്? ആ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു സ്വത്വബോധമുണ്ട് നമ്മളിൽ. മറ്റുള്ളവർ ഇവൻ പ്രൊഫസറായതുകൊണ്ട് അവൻ അവിടെ പോകാൻ പാടില്ല, ഇവിടെ പോകാൻ പാടില്ല, കള്ള് ഷാപ്പിൽ പോകാൻ പാടില്ല, ഇവിടുത്തെ പോകുന്നില്ല. ഞാൻ കോളേജിൽ കയറിയ സമയത്തുണ്ടായ ഒരു സംഭവം പറയും. ഞാൻ ആദ്യത്തെ ദിവസങ്ങളിൽ ഞാൻ വിചാരിച്ചു ഇവിടെ, അതിനുമുമ്പ് ഞാൻ ഗോവയിലായിരുന്നു, ദിവസവും അല്പം കഴിക്കുമായിരുന്നു. അപ്പോൾ SB കോളേജിലൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ക്വാർട്ടേഴ്സിൽ സാർമാരുടെ അവിടെ താമസിക്കുകയാണ്. പക്ഷെ ആരോടും പറയാതെ ഞാൻ ഇറങ്ങി സന്ധ്യ കഴിഞ്ഞപ്പോൾ ഒന്ന് നടന്നു. അവിടെ ടൗണിലൊരു കള്ള് ഷാപ്പുണ്ട്. അപ്പോൾ ആരും അറിയാമല്ലോ എന്നെ വിചാരിച്ച് ധൈര്യമായിട്ട് ആ ഒരു സ്വാതന്ത്ര്യമുണ്ടല്ലോ, അനോണിമിറ്റിയുടെ അറിയപ്പെടാതിരിക്കുന്നതിൻ്റെതായ ഒരു സ്വാതന്ത്ര്യമുണ്ട്.
ആ ഒരു സ്വാതന്ത്ര്യം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കള്ളശബരിക്ക് പോയി. പക്ഷെ ഗതികളിൽ ഇരുന്ന് അകത്തേക്ക് കയറിയപ്പോൾ വൈകിട്ട് എനിക്ക് ഭക്ഷണം വിളമ്പിത്തന്ന കുരിശിലെ ജോലിക്കാരായിരുന്നു അവിടെ ഞാൻ അതിനകത്തുണ്ടായത്. അപ്പം ഈ ഒരു നമ്മുടെ ഈ പറയുന്ന അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരുപാട് സ്വത്വബോധങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഒരു അടിമത്തം നമ്മളെപ്പോഴും ഉണ്ട്. ഞാൻ കോളേജിൽ എത്തിയതിനു ശേഷം ഞാൻ ബോധപൂർവ്വം എൻ്റെ പേരിനോടൊപ്പം ഒരിക്കലും പ്രൊഫസർ എന്ന് എഴുതാറില്ല. എൻ്റെ പുസ്തകങ്ങളുടെ ഒരു പുസ്തകത്തിൽ പ്രൊഫസർ എന്ന് എഴുതാറില്ല. കാരണം അതൊരു അടിമത്തമാണ്. പ്രൊഫസർ അതുകൊണ്ട് ഇവനെങ്ങനെ സംസാരിച്ചോളണം, അങ്ങനെ പെരുമാറിക്കൊണ്ട ആ ഒരു ഇത്. അപ്പം ഇത് ആത്മസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന അടിച്ചേൽപ്പിക്കപ്പെടുന്ന സ്വത്വബോധങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം കൂടിയാണ്. ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്ന ആ കാര്യങ്ങൾ, ഞാൻ ആശാരിപ്പണിയുന്നതിൻ്റെ ദിവസം 24 മണിക്കൂർ ഞാൻ അടുക്കളപ്പണി ചെയ്യുന്നവളാണെങ്കിൽ 24 മണിക്കൂർ ഞാൻ അടുക്കളപ്പണി ചെയ്യുന്നവളാകണമെന്നില്ല. ആ സമയത്ത് മാത്രമേ ഞാൻ അടുക്കളപ്പണിക്കാരി ആകുള്ളൂ എന്നുള്ള തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് നമ്മുടെ ആത്മത്തിലേക്ക് നമ്മൾ വരുന്നത്. അതാണ് ആത്മവിശ്വാസം. അത് ലക്കാൻ പറയുന്ന എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചിലപ്പോൾ കുറച്ച് നീണ്ടുപോകുന്ന പേടിയുണ്ട്. നീന്തി പോയെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞേക്കണം. ഞാൻ ഒരു വല്ലാത്തൊരു അധിക പ്രസംഗിയാണ്. അതുകൊണ്ടാണ് ഈ ലക്കാൻ പറയുന്ന ഒരു രസങ്ങളുടെ എക്സാമ്പിൾ എന്താണെന്നറിയോ? നമ്മളൊരു മൺകുടം എടുത്തു കഴിഞ്ഞാൽ ആ മണ്ണുകൊണ്ടുള്ള ആ കുടത്തെ യഥാർത്ഥത്തിൽ ഒരു കുടമാക്കുന്നത് എന്താണ്? ആ മണ്ണാണോ? അല്ല, അതിലെ ശൂന്യതയാണ്. മൺകുടത്തിനുള്ളിലെ ശൂന്യതയാണ്. അത് മൺകുടമാണ്. അതിനകത്ത് പാലൊഴിച്ചു കഴിഞ്ഞാൽ ആ ശൂന്യത അങ്ങ് പോകും. പക്ഷെ അത് പാൽക്കുടമായി മാറും. മനസ്സിലായോ? കാരണം ആ കുടത്തെ ഒരു കുടമാക്കുന്നത് അതിനുള്ളിലെ ശൂന്യതയാണ്. അതിനകത്ത് ഈ കള്ളൊഴിച്ചു കഴിഞ്ഞാലോ അത് വെറും കുടമല്ല, അത് കള്ളും കുടമാണ്. എണ്ണയൊഴിച്ചു കഴിഞ്ഞാൽ അത് എണ്ണക്കുടമാണ്. അത് തനി കുടം തന്നെ ആകണമെങ്കിൽ എന്ത് വേണം? അതിനകത്ത് ആ ശൂന്യത ഉണ്ടായിരിക്കണം. ഇതുപോലെ സ്വത്വബോധത്തിൻ്റെതായ എണ്ണയും കള്ളും ഒക്കെ നമ്മുടെ ഇതിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാത്തിനും അപ്പുറമുള്ള ഒന്നാണ് ഞാൻ, എൻ്റെ ആത്മം. അതിലുള്ള വിശ്വാസമാണ് ആത്മവിശ്വാസം എന്ന് പറയുന്നത്. നിങ്ങളിൽ കുറേ പേർക്ക് ആത്മഹത്യയെങ്കിലും ഉണ്ടായിരിക്കാം ഈ ധ്യാനത്തിൻ്റെ അനുഭവം. നമ്മൾ ഇപ്പോൾ ശ്രീ രവിശങ്കറുടെ ഞാനതിൻ്റെ 2003 മുതൽ പ്രാക്ടീസ് ചെയ്യുന്നയാളാണ്. നമ്മൾ ധ്യാനത്തിൽ മുഴുവൻ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ധ്യാനം എന്ന് പറയുന്നത് ഉടനെ നമ്മുടെ പള്ളി പ്രശ്നങ്ങളൊന്നും അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥ ധ്യാനമെന്ന് പറയുന്നത് ചിന്തിക്കാതിരിക്കുന്ന അവസ്ഥയാണ്. യാതൊന്നിനെക്കുറിച്ചും ചിന്തിക്കാതിരിക്കുന്ന, നമ്മുടെ ശരീരത്തിലേക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ മനസ്സോടിക്കുന്ന ഒരവസ്ഥയാണ്. ആ സമയത്ത് നമുക്ക് അനുഭവപ്പെടുന്ന ഒരു സവിശേഷമായൊരു സുഖമുണ്ട്. അതാണ് ഈ ബോധത്തിൻ്റെ ഒരു അനുഭവം എന്ന് ഞാൻ പറയുന്നത്. ഇനി അടുത്തത് നമ്മുടെ മനസ്സിൻ്റെ 2 തട്ടുകളെ കുറിച്ചാണ്. എന്താണ് ഈ മനസ്സ്? നമ്മൾ സാധാരണ വിചാരിക്കുന്ന പോലെ മനസ്സ് ശരീരത്തിൽ നിന്നും അകന്നു നിൽക്കുന്ന വേറെ എന്തോന്നുമല്ല. നമ്മുടെ തലച്ചോറ് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമല്ലേ. അതിനകത്ത് എത്രയാ 100 ബില്യൺ അല്ലേ ന്യൂറോൺസ് ഉള്ള ഒരു ന്യൂറൽ നെറ്റ്വർക്ക് ഉണ്ട്. നാഡീവ്യൂഹമുണ്ട് നമ്മുടെ ശരീരത്തിൽ. തലച്ചോറാണ് അതിൻ്റെ കേന്ദ്രം. മനസ്സിലായില്ലേ? ആ നാഡീവ്യൂഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ആകത്തുകയാണ് മനസ്സ്. പക്ഷെ ആ പ്രവർത്തനങ്ങളിൽ എത്രമാത്രം നമ്മൾ അറിയുന്നുണ്ട്. നമ്മുടെ ഹൃദയമിടിപ്പ് ഈ നാഡീവ്യൂഹമല്ലേ നിയന്ത്രിക്കുന്നത്. നമ്മുടെ ആമാശയത്തിലെ സംഭവങ്ങളെല്ലാം എല്ലാം നിയന്ത്രിക്കുന്നത് നമ്മുടെ ഈ നാഡീവ്യൂഹമാണ്. നമ്മൾ അറിയുന്നുണ്ടോ അതുകൊണ്ടത്? അപ്പോൾ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ നാഡീവ്യൂഹം ആണ് നിയന്ത്രിക്കുന്നത്. നമ്മൾ അറിയുന്നില്ല. നമ്മൾ അറിയാതെ
നമുക്കുള്ളിൽ ഈ നാഡീവ്യൂഹം പ്രവർത്തിക്കുന്നുണ്ട്. ആ അറിയാത്ത ഭാഗമാണ് നമ്മൾ അബോധം അല്ലെങ്കിൽ ഉപബോധം. ഇവിടെ ഇത് ഫ്രോയിഡിൻ്റെ സൈക്കോളജിയിൽ രണ്ടായിട്ട് പറയുന്നത്, ഉപബോധവും അബോധവും രണ്ടും രണ്ടാണ്. പക്ഷേ ഇവിടെ നമുക്കത് പ്രസക്തമല്ല, രണ്ടും ഒരേ അർത്ഥത്തിൽ തന്നെ ഉപയോഗിക്കാം. നമുക്ക് മനസ്സിലാകുന്ന നമ്മുടെ മനസ്സിൻ്റെ പ്രവർത്തന മേഖല അതാണ് ബോധം, അതിനപ്പുറമുള്ളതാണ് അബോധം അല്ലെങ്കിൽ ഉപബോധം എന്ന് പറയുന്നത്. ഇനി നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഏതു പ്രവൃത്തിയിലും നല്ലൊരു പങ്ക് നമ്മുടെ അബോധം വഹിക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന സാധാരണ എല്ലാ പ്രവർത്തനങ്ങളും ഇപ്പോൾ ഇങ്ങനെ ഞാനിപ്പോൾ നിങ്ങളുടെ അത് നോക്കുക എന്നുള്ള ആ ഒരു പ്രവൃത്തി ഏറ്റവും സുതാര്യമായിട്ട് എൻ്റെ ബോധപൂർവമാണ് ഞാൻ നോക്കുന്നത്. മനസ്സിലായോ? ബോധപൂർവമാണ് ഞാൻ നോക്കുന്നത്. പക്ഷേ എന്താ സംഭവിക്കുന്നത്? ഞാൻ നോക്കുമ്പോൾ എൻ്റെ കണ്ണിൽപ്പെടുന്ന ആ ഒരു വസ്തുവിൻ്റെ ഒരു ചിത്രം അതേപടി തലയ്ക്കകത്തേക്ക് വരികയാണെന്നാണ് പണ്ടൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. ഇന്ന് അങ്ങനെയല്ല. ആ വസ്തുവിനെക്കുറിച്ചുള്ള വിവരങ്ങൾ, അതിൻ്റെ നിറം, ആകൃതി, വലിപ്പം, ഇങ്ങനെയുള്ള വിവരങ്ങൾ രണ്ട് വഴികളിലൂടെ എൻ്റെ തലച്ചോറിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ആ വിവരങ്ങൾ 30 ന്യൂറൽ കേന്ദ്രങ്ങൾ, നമ്മുടെ തലച്ചോറിനകത്തുള്ള 30 നാഡീ കേന്ദ്രങ്ങളിലേക്ക് വിടുകയാണ്. അവിടെ ആ മുഴുവൻ പ്രോസസ്സ് ചെയ്യണം. ഏതാ നിമിഷം എന്ന് പറയാൻ പറ്റില്ല, നിമിഷത്തിൻ്റെ ചെറിയൊരംശത്തിനുള്ളിൽ ഇതെല്ലാം നടക്കുന്നുണ്ട്. ഈ 30 കേന്ദ്രങ്ങളിലും പ്രോസസ്സ് ചെയ്തിട്ട് കിട്ടുന്ന ഫലം, അതിൻ്റെ അവസാനത്തെ ഫലമാണ്, കൺക്ലൂഷനാണ് ഞാൻ ആ കണ്ടതൊരു പട്ടിയാണ് അല്ലെങ്കിൽ ഒരു പൂച്ചയാണ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന എൻ്റെ തലച്ചോറിൽ നടക്കുന്ന ആ പ്രോസസ്സിങ് സംഭവങ്ങളൊന്നും നമ്മൾ അറിയുന്നില്ല. അത് അബോധത്തിലാണ് നടക്കുന്നത്. നമ്മൾ വളരെ ബോധപൂർവം ചെയ്യുന്ന പ്രവൃത്തിയുടെ നോക്കുക എന്ന പ്രവൃത്തിയുടെ പോലും അതിലെ പ്രധാന ഭാഗം മുഴുവനും, അതിൻ്റെ ഡേറ്റ അനലൈസ് ചെയ്യുന്നത് മുഴുവനും നമ്മൾ അറിയാതെയാണ്, അബോധത്തിലാണ് നടക്കുന്നത്. അതുകൊണ്ട് അബോധത്തിന് ബോധത്തെക്കാളേറെ പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ, ശേഷിയുണ്ട്. ഇവിടെ ഈ സംഗതി ഇതുപോലെ വിശ്വനാഥൻ്റെ MS വിശ്വനാഥൻ അല്ലേ, VS രാമേന്ദ്രൻ അല്ലേ, VS രാമേന്ദ്രൻ്റെ പുസ്തകത്തിൽ ഫാൻറ്റംസ് ഇൻ ദ ബ്രെയിൻ എന്നുള്ള പുസ്തകമൊക്കെ മനഃശാസ്ത്രത്തിൽ ഇപ്പം അദ്ദേഹം ഈ കാര്യം വിശദീകരിച്ചിട്ട്, നമ്മൾ ഈ കാണുന്ന ഈ കാര്യം വിശദീകരിച്ചിട്ട് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇതൊക്കെ ശരി സമ്മതിക്കുന്നു. നമ്മളുടെ മനസ്സിൽ ചെന്ന ഡേറ്റയെല്ലാം പല സ്ഥലങ്ങളിൽ പ്രോസസ്സ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ പക്ഷേ ഇതൊക്കെ ആരാണ് ക്രോഡീകരിക്കുന്നത്? നമ്മുടെ ഈ ന്യൂറൽ സിസ്റ്റത്തിൽ ഞാൻ ഈ കണ്ട ഈ ഡേറ്റ മുഴുവൻ പ്രോസസ്സ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സെൻറ്റർ ഉണ്ടോ? ആർക്കും അറിയില്ല. മനസ്സിലായി? അത് പുള്ളി രമേന്ദ്രൻ തന്നെ പറയുന്ന കാര്യമാണ്. ആർക്കും അറിയില്ല. ഒരുപക്ഷെ ലക്കാൻ പറയുന്ന ആ ആത്മം എന്ന് പറയുന്നത് ഈ സെൻറ്ററാകാൻ പാടില്ല എന്ന് ഞാൻ കരുതുന്നു. പിന്നെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാകുന്നു എന്നുള്ളത് ഇനി ഞാൻ പറയാൻ പോകുന്നത്, നമ്മുടെ ബോധം അല്ലെങ്കിൽ ബോധമനസ്സും നമ്മുടെ ഈ ഉപബോധ മനസ്സും അല്ലെങ്കിൽ അബോധവും ഉപബോധവും മനസ്സും തമ്മിൽ നിരന്തരം ഇൻറ്ററാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം ഈ കാണുക എന്ന പ്രവൃത്തിയിൽ തന്നെ ഇത് രണ്ടും ചേരുന്നുണ്ട്. എൻ്റെ ബോധമനസ്സും അബോധവും ചേരുന്നു. ഇത്രയും സമ്മതിച്ചു. അടുത്തതായി പറയാനുള്ളത്, ഈ കാര്യത്തിൽ നമുക്ക്, അതായത് നമ്മുടെ തന്നെ ബോധവും അബോധവും തമ്മിലുള്ള ഈ ഇൻ്ററാക്ഷനിൽ നമുക്ക് ബോധപൂർവം ഇടപെടാൻ സാധിക്കും. ഇതാണ്. അപ്പോൾ ഇത് എങ്ങനെ സാധിക്കുന്നു? നമ്മൾ നമ്മുടെ ബോധതലത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, വിശ്വാസം എന്ന സംഭവം ഒരു വലിയ സംഭവം തന്നെയാണ്. നമുക്ക് ആത്മവിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ തന്നെ ഇത്
കഴിവുകളിൽ വിശ്വാസമുണ്ടെങ്കിൽ ആത്മവിശ്വാസത്തോടുകൂടി നമ്മൾ നമ്മുടെ ഉള്ളിൽ എടുക്കുന്ന തീരുമാനങ്ങൾ, നമ്മൾ നമ്മോട് തന്നെ പറയുന്ന കൽപ്പനകൾ അനുസരിച്ച് നമ്മുടെ അബോധം പ്രവർത്തിക്കും. നമുക്ക് ബോധപൂർവം നമ്മുടെ അബോധത്തിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാനാകും. അതിൻ്റെ വിശദാംശങ്ങളെല്ലാം ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. കാരണം ഈ അബോധത്തെ സംബന്ധിച്ചിടത്തോളം അതിന് കിട്ടുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതല്ലാതെ അതിന് വാല്യൂ ചെയ്യാനുള്ള ഒരു കഴിവൊന്നും അല്ല ഉള്ളത്. നമ്മുടെ ബോധത്തിൽ നിന്നുള്ള കൽപ്പനകൾക്കനുസരിച്ചാവും ഈ അബോധം പ്രവർത്തിക്കുന്നത്. ഈ ഒരു ഇൻ്ററാക്ഷൻ്റെ സാധ്യതകൾ നമ്മൾ പരമാവധി മുതലാക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം വർണ്ണാഭമാക്കാമെന്നാണ് ഈ പുസ്തകം പറയുന്നത്. ഇനി വേറൊന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചില വികാരങ്ങളും ഒക്കെ നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ടതല്ലേ. മനസ്സും ശരീരവുമായിട്ടുള്ളൊരു ഗാഠബന്ധം പ്രത്യേകിച്ചും വൈകാരിക ജീവിതത്തിൽ എന്ന് ഇബീസ് രാമചന്ദ്രൻ തന്നെ തെളിയിച്ചിട്ടുണ്ട്. വേറൊരാളെ ഇട്ട് വഴികേരിയിലിട്ട് ആരെങ്കിലും തല്ലിച്ചതയ്ക്കുന്നത് കണ്ടാൽ നമുക്ക് വേദനിക്കുന്നില്ലേ? അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഞാൻ കാണുന്ന ആ കാഴ്ച, ഒരാളെ തല്ലിച്ചതയ്ക്കുന്ന കാഴ്ചയിൽ നിന്ന് എൻ്റെ തലയ്ക്കുള്ളിലേക്ക് പോകുന്ന ഡേറ്റയുണ്ടല്ലോ, ആ ഡേറ്റ പ്രോസസ്സ് ചെയ്യുമ്പോൾ അതിൽ പങ്കുചേരുന്ന ചിലതരം ന്യൂറോണുകൾ എന്നുവെച്ചാൽ എന്താണ്, നാഡീകോശങ്ങൾ ഉണ്ട്. അവയ്ക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. ആ പുറത്ത് നടന്ന മറ്റുള്ളവർക്കൊക്കെ ഉണ്ടായ ആ അനുഭവത്തിനനുസരിച്ച് പ്രതികരിക്കാൻ, അനുസരിച്ച് നമ്മുടെ ശരീരത്തെ പോലും പ്രതികരിപ്പിക്കാൻ കഴിയുന്ന ഒരു ശക്തിയുള്ള ചില ന്യൂറോണുകളുണ്ട്. മിറർ ന്യൂറോണുകൾ എന്നാണ് പറയുന്നത്. ഇന്നിപ്പോൾ നമുക്ക് മിറർ ന്യൂറോണുകളെ കുറിച്ച് അറിയാവുള്ളൂ. രാമചന്ദ്രൻ അത് ഉണ്ടെന്ന് തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ശരീരവും മനസ്സും തമ്മിൽ അത്ര ഗാഠമായൊരു ബന്ധമാണുള്ളത്. ആ ബന്ധത്തെ സാധ്യതകൾ മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് ഞാൻ പറയുന്നത്, ഇപ്പം ഈ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, വേറൊരു ആളെ ഉപദ്രവിക്കുന്നത് കാണുമ്പോൾ ആ കാഴ്ച എൻ്റെ മനസ്സിലേക്ക് വിടുന്ന ചില സന്ദേശങ്ങളാണ് എൻ്റെ ഈ മിറർ ന്യൂറോണുകളെ ഉണർത്തുന്നത് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ മറ്റ് ഒരാൾ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിലെ ഉണർത്തും. അതിന് സജഷൻ, നിർദ്ദേശങ്ങൾ അല്ലേ, അല്ലെങ്കിൽ സന്ദേശങ്ങൾ, നമ്മുടെ മനസ്സിലേക്ക് ചെല്ലുന്ന സന്ദേശങ്ങൾക്ക് നമ്മെ ഉണർത്താൻ കഴിയും. അതാണ് സജഷൻ എന്ന. ഈ സജഷൻ രണ്ട് തരത്തിലും സംഭവിക്കും. ഒന്ന്, ഞാൻ എന്നോട് തന്നെ പറയുന്ന കാര്യങ്ങൾ സജഷൻസ് ആയിട്ട് എൻ്റെ തന്നെ ഉള്ളിൽ, എൻ്റെ തന്നെ അബോധ തലത്തിൽ പ്രവർത്തിക്കുകയും എൻ്റെ ആത്മത്തെ, എൻ്റെ ഉള്ളിനെ ഉണർത്താൻ കഴിയുകയും ചെയ്യും. ഇത് ഈ ഓട്ടോ സജഷൻ്റെ സ്വയം നിർദ്ദേശം, പിന്നെ ഓട്ടോ സജഷൻ്റെ സാധ്യതകളെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ തന്നെ അനുഭവത്തിൽ നിന്ന് ഞാനൊരു കാര്യം പറയാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ശ്രീയുടെ ആർട്ട് ഓഫ് ലിവിങ് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. ഞാൻ അതിൽ യോഗനിദ്ര എന്ന് പറഞ്ഞൊരു ധ്യാനമുണ്ട്, ഒരു മെഡിറ്റേഷനുണ്ട്, യോഗനിദ്ര. നമ്മൾ മലന്ന് കിടന്ന് ഇത് യൂട്യൂബിലുണ്ട്, ശ്രീയുടെ യോഗനിദ്ര. നമ്മൾ യോഗ മാറ്റിലെ മലന്ന് കിടന്നിട്ട് ഈ യൂട്യൂബ് ഓൺ ചെയ്ത് വെച്ച് കിടന്നിട്ട് മുഴുവൻ നിർദ്ദേശങ്ങൾ ഇതിനകത്ത് നിന്ന് കിട്ടും. അതനുസരിച്ച് നമ്മുടെ മനസ്സിനെ നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നാൽ മതി. അതായത് നമ്മുടെ മനസ്സിനെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളിലും കൂടി കൊണ്ടുപോകണം, നിർദ്ദേശങ്ങൾ ഇട്ട് ഇങ്ങനെ കൊണ്ടുപോകണം ചെയ്യുമ്പോൾ ഇതാണ് യോഗനിദ്ര എന്ന് പറയുന്നത്. പക്ഷേ അതിനകത്ത് ഒന്നുണ്ട്, ഇതിൻ്റെ ഒരു ഘട്ടത്തിൽ നമ്മൾ പറയും, നിങ്ങളുടെ ഏതെങ്കിലും ഒരു രോഗം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് സുഖപ്പെടുന്നതായി സങ്കല്പിച്ചു കൊള്ളുക എന്ന് പറയും.
ഏതെങ്കിലും ഒരു രോഗമുണ്ടെങ്കിൽ അത് സുഖപ്പെടുന്നതായിട്ട് സങ്കല്പിച്ചു കൊള്ളുകയാണ്. അങ്ങനെ ആ ഒരു സങ്കല്പം കൂടി ആയിക്കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ഈ അരമണിക്കൂർ 3/4 മണിക്കൂറോളം മൊത്തം യോഗനിദ്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ തന്നെ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല ഉന്മേഷം കിട്ടും. ഈ പറയുന്ന നാം മനസ്സിൽ കണ്ട ആ രോഗലക്ഷണത്തിൽ കാര്യമായ കുറവ് നമുക്ക് അനുഭവപ്പെടും, കുറവുണ്ടാകും. ഞാൻ ആദ്യമൊന്നും എനിക്കിതിനൊന്നും വിശ്വാസമില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ചുമ്മാ യാന്ത്രികമായിട്ട് ചെയ്തിരുന്നതാണ്. പക്ഷെ യാന്ത്രികമായിട്ട് പോരാ, അതാണ് ആത്മവിശ്വാസത്തോടു കൂടി ചെയ്യണം. എനിക്കൊരു ഹാർട്ട് അറ്റാക്ക് ഒക്കെ ഉണ്ടായതിന് ശേഷം ആണ് ഞാനിത് സീരിയസ് ആയിട്ട് എടുത്തത്. സീരിയസ് അപ്പം എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഷുഗറായിരുന്നു. എനിക്ക് അതിനു മുമ്പൊന്നും എനിക്ക് ഇങ്ങനെ ഇത്ര നേരം ഒന്നും പോലും സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. അതറിയാമായതുകൊണ്ട് എനിക്ക് വെള്ളം കൊണ്ട് തന്നു, ഞാൻ കുടിയനായതുകൊണ്ടല്ല. പക്ഷെ ഇപ്പം അതിൽ ഒത്തിരി മാറ്റം വന്നു. ഇത് എന്നിട്ട് ഞാൻ കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ ഈ യോഗനിദ്ര ഞാൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ മനസ്സിൽ കണ്ട രോഗം എൻ്റെ ഡയബറ്റീസ് തന്നെയാണ്, ഷുഗറാണ്. ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. കുഴപ്പമില്ല, എനിക്കതുപോലുള്ളൊരു ഗ്രൂപ്പാണ് ഇത് എന്ന് എനിക്ക് തോന്നുന്നു. അതായത് നിങ്ങളുടെ എല്ലാം നോട്ടത്തിൻ്റെതായ ഒരു സജഷൻ ഉണ്ടല്ലോ, അതാണ് അപര സജഷൻ ഞാൻ വിളിക്കുന്നത്, അപര നിർദ്ദേശം. നിങ്ങളുടെ എല്ലാം നോട്ടം എന്നെ കൊണ്ട് സംസാരിപ്പിക്കുന്നുണ്ട്. നമ്മളൊരിക്കലും ഒറ്റയ്ക്കല്ല ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇത് വളരെ സീരിയസ് ആയിട്ട് തന്നെ ഇത് മനസ്സിലിങ്ങനെ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചുകൊണ്ട് തന്നെ എൻ്റെ അസുഖം കുറയുമെന്ന് വിശ്വസിക്കുകയും 1-2 ദിവസങ്ങൾക്കുള്ളിൽ എനിക്ക് ഇൻസുലിൻ്റെ അളവ് 2 യൂണിറ്റ് കുറയ്ക്കാൻ കഴിയുകയും ചെയ്തു. അങ്ങനെ 50 യൂണിറ്റ് എടുത്തിരുന്നയാൾ ഞാൻ ഇന്ന് 30 യൂണിറ്റ് എടുക്കുന്നു. 20 യൂണിറ്റ് എനിക്ക് കുറയ്ക്കാൻ പറ്റുന്നു. പൂർണ്ണമായിട്ട് മാറുന്നല്ല, പക്ഷേ അത്രയും സാധിച്ചല്ലോ, മനസ്സിലായില്ലേ? അപ്പോൾ ഇതെന്താണ് കാണിക്കുന്നത്? ഓട്ടോ സജഷൻ്റെ ശക്തിയല്ലേ. ഇത് തന്നെ എങ്ങനെയാണ് ഈ പുസ്തകം നിങ്ങൾ പറഞ്ഞു തരുന്നത്? ഞാനിപ്പോൾ യോഗനിദ്രയുടെ ഈ കാര്യം പറഞ്ഞു, ഇതെല്ലാവർക്കും അത് ചെയ്യാൻ സാധിക്കണമെന്നില്ല. യൂട്യൂബ് ഓൺ ചെയ്ത് വെച്ചിട്ട്, പക്ഷെ അതിൽ സിമ്പിളായിട്ട് നമുക്ക് ഇതേ ഓട്ടോ സജഷൻ എത്ര ഭംഗിയായിട്ട് നിങ്ങൾക്ക് ദിവസവും ഏത് സമയത്തും നമുക്ക് ചെയ്യാൻ സാധിക്കും. നീ മണ്ടനാടാന്ന് തന്തേ തള്ളയെ വിളിച്ചുകൊണ്ടിരുന്നാൽ ഒരുത്തം മണ്ടനായി പോകും. അതാണ് സജഷൻ്റെ, അപര സജഷൻ്റെ ഇമ്പാക്റ്റ്. എന്നാൽ അങ്ങനെയല്ല, ഞാൻ മണ്ടനല്ല, ഞാൻ ബുദ്ധിയുള്ളവനാണെന്ന് കിടക്കുന്നതിന് മുമ്പ് ഒരു 10 പ്രാവശ്യം എങ്കിലും മനസ്സിൽ പറഞ്ഞുകൊണ്ട് കിടന്നാൽ ഇവൻ്റെ ആ പ്രശ്നം മാറ്റിയെടുക്കാൻ സാധിക്കുകയാണ്. ഓട്ടോ സജഷൻ. അടുത്തത് അമ്മയുടെ ഭാഗത്ത് നിന്ന്, അപ്പൻ്റെ നമ്മളൊക്കെ ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മുടെ കുട്ടികളോടും ഒക്കെ. അതുമാണ് ഈ സജഷൻസിൻ്റെ തന്നെ 2 തരത്തിലുണ്ട്. നമ്മെ പ്രതികൂലമായിട്ടും അനുകൂലമായിട്ടും സ്വാധീനിക്കുന്ന സജഷൻസ്. ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു പ്രത്യേക കാര്യം, അതായത് നമ്മുടെ മനസ്സിൽ വളരെ ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്ന ചില ശബ്ദങ്ങളും രൂപങ്ങളും ബിംബങ്ങളും ഒക്കെ ഉണ്ടാവും. അതിൻ്റെ സ്വാധീനം നിരന്തരം നമ്മെ, അതിൻ്റെ സജഷൻ നമ്മുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതിനാണ് മാസ്റ്റർ സിഗ്നിഫയർ, ഗുരു സൂചകം എന്നാണ് ഞാൻ മലയാളത്തിൽ എഴുതി ചെയ്തിട്ടുള്ളത്. ലക്കാനം സിസേക്ക് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇത് പുസ്തകത്തിൽ ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇതുകൂടി പറയണമെന്ന് എനിക്ക് തോന്നുന്നു. അതൊരു ലക്കാനിയൻ ആശയമാണ്. ഇവിടെയാണ് മാതാ പിതാ ഗുരു ദൈവം എന്ന് പറയുന്ന ഭാഗങ്ങളുണ്ടല്ലോ. മാതാവിൻ്റെ സജഷൻസ്, മാതാവിൻ്റെ ഓരോ തലോടലും വലിയ നിർദ്ദേശങ്ങളാണ്, വലിയ സജഷൻസാണ് കുട്ടിയിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ കുട്ടികൾക്ക് കൊടുക്കുന്ന സജഷൻസ് എപ്പോഴും പോസിറ്റീവായിരിക്കാൻ ശ്രദ്ധിക്കണം. ഒരിക്കലും നെഗറ്റീവ് സജഷൻസ് നീ മണ്ടനാടാ എന്ന് ഒരിക്കലും മക്കളോട് പറയരുത്. അപ്പോൾ അത് ഈ പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട്, പോസിറ്റീവ് സജഷൻസും നെഗറ്റീവ് സജഷൻസും എന്നുള്ളത്.
അതുപോലെ പിതാവിൻ്റെ സജഷൻസ്, അത് പലപ്പോഴും ആധിപത്യപരമായ സജഷൻസ് ആയിരിക്കും. അത് ആ കുട്ടിയുടെ ഉള്ളിൽ അടിമബോധമുണ്ടാകും. മാതാപിതാ ഗുരു, നിങ്ങൾക്കറിയാം, ഗുരുവും ഇതുപോലെ തന്നെ പലപ്പോഴും നമുക്ക് വളരെ പോസിറ്റീവായിട്ടും വളരെ നെഗറ്റീവായിട്ടും ഉണ്ടാകാവുന്ന സജഷൻസ് ആണ്. പിന്നെ ഈ ഗുരുസൂചകങ്ങളിൽ ഏറ്റവും ഇതുണ്ടല്ലോ, ശക്തമായ ഒന്ന് ദൈവം എന്ന ആ ഒരു ശബ്ദമാണ്. ഇത് സമൂഹത്തിൻ്റെ പൊതുബോധത്തിൽ ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്ന ഒരു മാസ്റ്റർ സിഗ്നിഫയറാണ്, ഗുരുസൂചകമാണ് ഈ ദൈവം എന്നത്. ഇനി ഈ ദൈവത്തിൻ്റെതായി നമ്മുടെ മനസ്സിൽ ഉറഞ്ഞു കിടക്കുന്ന ഒരുപാട് വാക്യങ്ങളുണ്ട്, വചനങ്ങളുണ്ട്, ദൈവവചനങ്ങൾ. ആ ദൈവവചനങ്ങൾ ഓരോന്നും നമ്മുടെ മനസ്സിൽ ഓരോ തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നിരന്തരം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാതാവിനോടും പിതാവിനോടും ഗുരുവിനോടും പറയുന്നത് പോലെ ആ ദൈവത്തോടും ഞങ്ങൾക്ക് പോസിറ്റീവ് സജഷൻസ് മതി എന്ന് പറയാൻ നമുക്ക് കഴിയണം. ഇത് പറയുമ്പോൾ ദൈവത്തോടോ അതെന്നെ ഏർപ്പാടായി പറയുന്നത്, ദൈവമല്ലേ ഇതെല്ലാം സൃഷ്ടിച്ച്. പാവം ദൈവത്തിൻ്റെ മേലെ നമ്മളിതെല്ലാം കൊണ്ട് ചാരല്ലേ, അദ്ദേഹം വല്ലോടത്ത് ജീവിച്ചോട്ടെ. ദൈവമുണ്ടോ ഇല്ലെന്നുള്ളതല്ല ഇവിടെ പ്രശ്നം. ദൈവം എന്ന ഒരു സങ്കല്പം എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു കിടപ്പുണ്ട്. യുക്തിവാദിയുടെ മനസ്സിലും ദൈവമില്ല എന്ന് ആണയിടുന്ന യുക്തിവാദിയുടെ മനസ്സിലാണ് ഒരുപക്ഷെ ഏറ്റവും ശക്തമായി ദൈവം പ്രവർത്തിക്കുന്നത്. എങ്ങനെയാണെന്നറിയോ? ഇത് അനുഭവിച്ചിട്ടുള്ളതാണ്. 10-15 കൊല്ലം യുക്തിവാദിയായിട്ടാണ് നടന്നവനാണ് ഞാൻ. അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം. ഞാൻ അക്കാലത്ത് ഗോവയിലേക്ക് ആയിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ വായിച്ചിരുന്നത് ദൈവശാസ്ത്രമായിരുന്നു. അക്കാലത്ത് ഡെപ്ത് ഓഫ് ഗോഡ് തിയോളജി എന്ന് പറഞ്ഞ തിയോളജി ഉണ്ട്. അവരുടെ പുസ്തകങ്ങൾ മുഴുവൻ ഞാൻ അന്ന് വായിക്കുമായിരുന്നു. എന്തിനാണെന്നറിയോ? എങ്ങനെയെങ്കിലും എൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തെറിയേണ്ട ഒരു സാധനമുണ്ട്, അതാണ് ദൈവം. ആ ദൈവത്തെ എങ്ങനെ നമുക്ക് യുക്തി കൊണ്ട് നമുക്ക് നിരന്തരം മറ്റുള്ളവർ എന്നോട് ചോദിക്കുക, എന്താ പള്ളിയിൽ പോകാത്തെ? അതിന് ഉത്തരം പറയണ്ടേ? അതിന് ഉത്തരം പറയാൻ വേണ്ടി ഞാൻ വായിച്ച് ബൈബിൾ മുഴുവൻ ജനേസിസ് മുതൽ ഇതുണ്ട്, വെളിപാടിൻ്റെ പുസ്തകം വരെയുള്ള മുഴുവൻ ഞാൻ വായിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? എനിക്ക് സ്വയം ഡിഫെൻഡ് ചെയ്യണം. എൻ്റെ മനസ്സിലൊരു ദൈവമുണ്ട്, ആ ദൈവം ഇല്ല എന്ന് എനിക്ക് സ്ഥാപിക്കണം. മനസ്സിലായോ? അപ്പോൾ എനിക്ക് നിഷേധിക്കേണ്ട എന്തോ ഒന്നായി എൻ്റെ മനസ്സിൽ കയറിക്കൂടുന്നുണ്ട്, യുക്തിയുടെ മനസ്സിൽ. പക്ഷേ നമ്മൾ വിചാരിക്കേണ്ടത് ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള ദൈവസങ്കല്പമുണ്ടല്ലോ, ആ ദൈവസങ്കല്പത്തെ നമുക്ക് നിരന്തരം നവീകരിക്കേണ്ടിയിരിക്കുന്നു. മനസ്സിലായോ? ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, പണ്ട് ബോംബെയിൽ നിങ്ങൾ വയസ്സിന്നവരൊക്കെ ഓർക്കുന്നുണ്ടാവും, ഒരു രാമൻ രാഘവൻ ഉണ്ടായിരുന്നു. വഴിക്കൂടെ കടന്ന് റോഡരിൽ കിടന്ന് ഉറങ്ങുന്നവരെയെല്ലാം തലയ്ക്കടിച്ചു കൊല്ലുന്നൊരു രാമൻ രാഘവൻ ഉണ്ടായിരുന്നു. പുള്ളിയെ പിടിച്ച് കോടതിയിൽ കൊണ്ടുവന്ന് അയാളോട് ചോദ്യങ്ങളെല്ലാം ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാമോ? എൻ്റെ ദേവിക്ക് മനുഷ്യരക്തം ആവശ്യമാണ് എന്നാണ് പറയുന്നത്. ആ മനുഷ്യൻ്റെ മനസ്സിലുള്ള ദൈവസങ്കല്പം എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. മനുഷ്യരക്തം ആവശ്യപ്പെടുന്ന ഒരു ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പമാണ്. ഇന്നിപ്പോൾ നമ്മുടെ രാമായണ കഥകളിൽ നിന്നൊരു സവിശേഷമായ ദൈവസങ്കല്പം ഉയർത്തിക്കൊണ്ടുവരികയാണ്. ഇന്ത്യൻ ജനതയുടെ മുഴുവൻ മനസ്സിൽ ആഴത്തിൽ തറച്ചു കയറ്റാനായിട്ട് ശ്രമിക്കുന്ന ഒരു ദൈവസങ്കല്പം അടിച്ചു കയറ്റാനുള്ള ശ്രമമാണ് നമുക്കറിയാം രാമക്ഷേത്ര പൂജയൊക്കെ നടന്നത്. നമ്മളാരും ദൈവത്തെ എതിർക്കേണ്ട ആവശ്യമില്ല. ദൈവമുണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല. ഉണ്ടെങ്കിൽ സുഖമായിട്ടോടെ കഴിഞ്ഞോട്ടെ, ശല്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ദൈവത്തെക്കുറിച്ച് വേണമെങ്കിൽ അച്ഛന്മാരും യുക്തിവാദികളും ഒക്കെ പന്തിട്ട് തട്ടിക്കോട്ടെ, പന്ത് കളിച്ചുണ്ടോ ഇല്ലയോ, അതൊന്നുമല്ല പ്രശ്നം. നിങ്ങളുടെ ഉള്ളിൽ ദൈവസങ്കല്പങ്ങളുണ്ട്. കൊച്ചുനാൾ മുതൽ കേട്ട കഥകളിൽ നിന്നും പുരാണങ്ങളിൽ നിന്നും എല്ലാം മനസ്സിൽ കയറിക്കൂടിയ ദൈവസങ്കല്പങ്ങൾ, വേറൊന്നും ദൈവസങ്കല്പം അനിവാര്യമാണെന്നുള്ളതാണ്. അത്രമാത്രം സങ്കീർണമാണ് ഈ ലോകം.
അത്രമാത്രം ദിവസം കേൾക്കുന്ന പത്രപാട്ടുകളൊക്കെ എന്തുമാത്രം സങ്കീർണമാണ്. ഈ ലോകം നമ്മെ അമ്പരിപ്പിക്കുന്ന രീതിയിലുള്ള ലോകമല്ലേ. അവിടെ നമുക്ക് മനസ്സിലൊരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വാഭാവികമായിട്ട് ഞാൻ ഇത്രയും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു സത്യം കൂടി പറയട്ടെ. എൻ്റെ ഭാര്യ വിശ്വസിക്കുകയില്ലെങ്കിലും ഞാൻ പ്രാർത്ഥിക്കുമെന്ന് പറയുമ്പോൾ വിശ്വസിക്കാറില്ല. പക്ഷെ സത്യത്തിൽ ഞാൻ ഉറങ്ങാനായിട്ട് കിടക്കുമ്പോഴേ അന്ന് ആകപ്പാടെ വളരെ ഒരു പ്ലീസ്ഡായിട്ട് ശാന്തമായിട്ട് ഞാൻ ഈ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രത്യേക ഒരു മൂഡിൽ ഇങ്ങനെ കിടന്നു കഴിയുമ്പോൾ ഞാൻ അറിയാതെ തന്നെ എൻ്റെ മനസ്സിൽ എൻ്റെ ഈശോയെ എന്ന വാക്ക് വരാറുണ്ട്. പണ്ടൊക്കെ ഞാൻ അപ്പം തന്നെ ബോധപൂർവ്വം തള്ളിക്കളയായിരുന്നു. ഇന്നങ്ങനെയല്ല. ഈ ഇലക്കാനൊക്കെ വായിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ഒരു തീരുമാനം എടുക്കുന്നത്. കാരണം അത് തള്ളിക്കളയാവുകൊണ്ട് എന്താ പ്രശ്നം? ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ മനസ്സിൽ കയറിക്കൂടെ എൻ്റെ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകുമ്പോൾ എൻ്റെ ഈശോയെ രക്ഷിക്കണമെന്നും 100 പ്രാവശ്യം സുഹൃതയും ചെയ്യുന്നവനാണ് ഞാൻ. അത് മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞെടുക്കുകയാണ്. അതാണ് ഗുരുസൂചകം എന്ന് പറയുന്നത്. നമ്മളറിയാതെ നമ്മളെ സ്വാധീനിക്കുന്ന ഒരു ശബ്ദരൂപമാണ് ഈശോ എന്നുള്ളത്. ഇതെൻ്റെ മനസ്സിൽ വരുമ്പോൾ ഞാൻ തള്ളിക്കളയുന്നതിന് മനസ്സിലായില്ലേ? പക്ഷെ തള്ളിക്കളയേണ്ട ദൈവസങ്കല്പങ്ങൾ, മനുഷ്യ തമ്മിൽ തല്ലിക്കുന്ന ദൈവശങ്ങൾ, മനുഷ്യ രക്തം ആവശ്യപ്പെടുന്ന ദൈവങ്ങൾ, മനുഷ്യൻ ഈ രാജ്യം മുഴുവൻ എൻ്റേതാണെന്ന് കൽപ്പിക്കുന്ന ഏതെങ്കിലും ദൈവം, അത്തരം പ്രതിലോമപരമായ മനുഷ്യ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന, നമ്മെ അമാനവീകരിക്കുന്ന, നമ്മുടെ കരുണയുടെ കോശങ്ങളെ കെടുത്തിക്കളയുന്ന തരത്തിലുള്ള ദൈവസങ്കല്പങ്ങളെ തള്ളിപ്പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇത് നിങ്ങളുടെ കുട്ടികളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയും നിങ്ങൾ പഠിക്കുന്ന ബൈബിളായാലും ഖുറാനായാലും അതിലെ നല്ല കാര്യങ്ങളിൽ ഊന്നൽ കൊടുക്കുക. ബൈബിള് ഖുറാനൊക്കെ വായിച്ചാൽ ഒരുപാട് നല്ല തീർച്ചയായിട്ടുമുണ്ട്. അതിനകത്തെ ആ സമ്പത്ത് നമ്മൾ കളയാതിരിക്കുക. അതേസമയത്ത് അപകടകരമായ കാര്യങ്ങൾ നമ്മുടെ വർത്തമാന സാഹചര്യത്തിന് ഇടങ്ങാത്തത് ഈ തള്ളിക്കളഞ്ഞുകൊണ്ട് ദൈവസങ്കല്പം, എൻ്റെ ഒരു ലേഖനം അങ്ങനെ പണ്ട് പ്രസിദ്ധിച്ചിട്ടുണ്ട്. ദൈവസങ്കല്പങ്ങളെ പൊളിച്ചെഴുതുക. അങ്ങനെ ചെയ്തിട്ടുള്ള വലിയ ഒരു മനുഷ്യനാണ് യേശു. താൻ ജീവിച്ചിരുന്ന കാലത്ത് ഇവിടെ കുറിച്ച് കാപ്പനച്ചനെ കുറിച്ച് പറഞ്ഞല്ലോ. ഞാൻ കാപ്പനച്ചനെ കേട്ടുണ്ടോ? ഫാദർ കാപ്പ, സെബാസ്റ്റ്യൻ കാപ്പൻ. എന്നെ ഞാൻ പറഞ്ഞാലോ, ഞാൻ മഹായുക്തിവാദിയായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പറഞ്ഞത് 10-15 കൊല്ലം അതിൽ നിന്ന് എന്നെ യുക്തിവാദിയും മാർക്സിസ്റ്റും ഒക്കെ ആയിരുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ആളാണ് ഞാൻ. അതിൽ നിന്ന് ഈ യുക്തിവാദത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കുമ്പോൾ മാനവികമായ ചിന്തയിലേക്ക് നയിക്കുകയും ചെയ്ത ഫാദർ കാപ്പനാണ്. എൻ്റെ അങ്കിളായിരുന്നു കേട്ടോ. അതുപോലെ ഈ ക്രിസ്തുമതം ഉയർത്തിപ്പിടിക്കുന്ന രാജാധിരാജനായ ദൈവം എന്നുള്ള ആ ഒരു ക്രിസ്തു സങ്കല്പത്തിൽ നിന്ന് യേശു സങ്കല്പത്തിലേക്ക് എന്നെ നയിച്ചത് കാപ്പനാണ്. യേശു താൻ ജീവിച്ചിരുന്ന കാലത്തെ ആധിപത്യപരമായ ഒരു ദൈവസങ്കല്പത്തിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും അന്നത്തെ പുരോഹിതന്മാരോട് നിങ്ങൾ പറയുന്ന ആ ദൈവം അല്ല യഥാർത്ഥ ദൈവം, അതെൻ്റെ പിതാവാണ്, ഞങ്ങളുടെ പിതാവാണ്, മനുഷ്യരുടെ പിതാവാണ് എന്ന് പറയുകയും ചെയ്ത മനുഷ്യനാണ് യേശു. അതിൻ്റെ പേരിൽ വധിക്കപ്പെട്ടവനുമാണ്. അതുപോലെ കപ്പനച്ചനാണ് മാർക്സിസത്തിൽ നിന്നും എന്നെ മാർക്സിലേക്ക് നയിച്ചത്. അപ്പോൾ യേശുവിനെപ്പോൾ തന്നെ നമ്മുടെ നാരായണ ഗുരു, നിങ്ങളുടെ ശിവനല്ല ഞാനിവിടെ എടുത്തു വെച്ചാൽ ഈ പ്രതിഷ്ഠിച്ച ശിവൻ എന്ന് പറഞ്ഞ നാരായണ ഗുരു ഈ ബ്രാഹ്മണിക്കൽ ദൈവസങ്കല്പത്തെ പൊളിച്ചെടുക്കുകയല്ലേ ചെയ്തത്. പിന്നെ നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ടോ എനിക്കറിയാൻ പാടില്ല. പൊയ്കയിൽ അപ്പച്ചനെ കുറിച്ച് ആരെങ്കിലും ഉണ്ടോ കേട്ടിട്ടുള്ളത്? പൊയ്കൈ അപ്പച്ചൻ എന്ന് കേട്ടിട്ടുള്ളവര് 2 പേര്. ഞാൻ നിർത്തുകയാണ്. ഒറ്റ സെൻറ്റൻസ്. പൊയ്കയിൽ അപ്പച്ചൻ ഇവിടുത്തെ അടിസ്ഥാന ജനങ്ങളുടെ സാംസ്കാരിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രവർത്തിച്ച എൻ്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും വലിയ നവോത്ഥാന നായകനാണ് കേരളത്തിൻ്റെ. പക്ഷേ അദ്ദേഹം
ഒരു കീഴാള ജാതിക്കാരനായി പോയി. എന്നുവെച്ചാൽ നാരായണ ഗുരുവായിരുന്നു ഇടവനായിരുന്നു, അദ്ദേഹം ഉദയനായിരുന്നു എന്നാണ് എനിക്ക് ചുമ്മാ അത് ആ കാര്യം നിങ്ങൾ കട്ട് ചെയ്തേക്കണം മൊത്തം. പക്ഷേ അതായിരുന്നു സത്യം. ഇന്നും കൊയ്യിലെ അപ്പച്ചനെ കുറിച്ച് നമുക്കറിയില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുഴുവൻ ഇതുണ്ടല്ലോ, ഈ ബൈബിളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇത് മുഴുവൻ ഇത് ആദ്യം ബൈബിളിനെ കേന്ദ്രീകരിച്ചായിരുന്നു. പിന്നീടാണ് അദ്ദേഹം ഇവരുടെ പറയ പുലയ വിഭാഗത്തിൻ്റെയൊക്കെ അവരുടേതായ കൾച്ചറൽ റിസോഴ്സസ് അദ്ദേഹം എടുത്ത് ഒരുപാട് പാട്ടുകൾ എഴുതി പുതിയ ഒരു ദൈവസങ്കല്പം, പ്രത്യക്ഷ രക്ഷ സഭ എന്ന് കേട്ടിട്ടുണ്ടാവും. പ്രത്യക്ഷ രക്ഷ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് രക്ഷ കിട്ടേണ്ടത് അങ്ങ് പരലോകത്തല്ല, ഇവിടെ ഈ മണ്ണിലാണെന്ന് പറഞ്ഞ പൊയ്കയിൽ അപ്പച്ചൻ. ആ അപ്പച്ചനെ കുറിച്ച് ഇവിടെ ഇങ്ങനെ ചെറുപ്പക്കാരോട് ഞാൻ പറയുക, നിങ്ങൾ തീർച്ചയായും പഠിക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ ജോയി സാറിന് എല്ലാ ആശംസകളും നേരുന്നു. അതിലേറെ നിങ്ങൾക്ക് തീർച്ചയായും ഈ പുസ്തകം വളരെ, പ്രത്യേകിച്ചും ചെറുപ്പക്കാർക്ക് വളരെ ഗുണം ചെയ്യും. നിങ്ങളിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന സ്വത്വബോധത്തെയും നിങ്ങളിലേക്ക് വരുന്ന നെഗറ്റീവ് സജഷൻസിനെയും ഒക്കെ കൗണ്ടർ ചെയ്യാനുള്ള കരുത്ത് നിങ്ങൾക്കുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്ദി.